ആര്യ, ഈ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പ് നമ്മൾ കുറേ വർഷങ്ങളായി ഇങ്ങനെ കാണുകയാണല്ലേ. കാരണം ഈ പാർട്ടിക്കാരെ വിശ്വസിച്ചുകൊണ്ട് പണമിറക്കിയ അല്ലെങ്കിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാരായ നിക്ഷേപകർ പോലും വെട്ടിലായി എന്നല്ല, പ്രതിസന്ധിയിലായി. അതായത് അവർക്ക് ചികിത്സയ്ക്ക് പോലും പണം ലഭിക്കുന്നില്ല. അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടി പണം ചുരുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിക്ഷേപിച്ച തുക എടുക്കുമ്പോഴാണത് ഇവർ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഉന്നതരിലേക്ക് അടക്കം എത്തുന്നു. ഈ കോടികളാണ് അങ്ങനെ വെട്ടിപ്പ് നടത്തിയത്. പക്ഷേ ആ ഒരു കഥ, കരുവന്നൂരിലേക്ക് കഥ നമുക്കറിയാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റവുമില്ല. കാരണം ഒന്നോ രണ്ടോ ബാങ്കുകൾ ഇങ്ങനെ ക്രമക്കേട് നടക്കുമ്പോൾ, കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് ഇനി അത്തരത്തിൽ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുമല്ലോ, നേതൃത്വം ശ്രദ്ധിക്കുമല്ലോ. പക്ഷേ കാര്യങ്ങൾ പഴയപടി തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. CPM നിയന്ത്രണത്തിലുള്ള ചെർപ്പുളശ്ശേരി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ വൻ ക്രമക്കേടെന്ന് വെളിപ്പെടുത്തലുമായി ഭരണസമിതി അംഗം PU സാബുവാണ് സഹകരണ മന്ത്രിക്ക് പരാതി നൽകിയത്. അപേക്ഷകർ അറിയാതെ അവരുടെ പേരിൽ വായ്പ അനുവദിച്ച് ഡയറക്ടർമാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നുവെന്ന് പരാതി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് ചെയർമാൻ പറഞ്ഞു. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഭരണസമിതി അംഗം തന്നെയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ പരാതിയിൽ കഴമ്പില്ല എന്ന പല്ലവി തന്നെയാണോ ഭരണസമിതി ആവർത്തിക്കുന്നത്? സുരേഷ്, തീർച്ചയായിട്ടും CPM ഭരിക്കുന്ന ചെർപ്പളശ്ശേരി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ ബാങ്കിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭരണസമിതി അംഗം തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഭരണസമിതി അംഗമായിട്ടുള്ള PU സാബു ആണ് സഹകരണ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലാണ്. വല്ലപ്പുഴ പഞ്ചായത്തിന്റെ പേരിൽ വ്യാജ ലൈസൻസ് ഉണ്ടാക്കി 28ഓളം വ്യാപാരി ലോണ് നൽകി. അതുപോലെ തന്നെ യൂസുഫ് എന്നയാൾക്ക് വായ്പ ഈട് നൽകിയ 30 സെന്റ് സ്ഥലത്തിന്റെ രേഖകൾ ബാങ്കിൽ നിന്നും കാണാതായി. അപേക്ഷകർ അറിയാതെ ലോൺ പാസാക്കി പണം ഡയറക്ടർമാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി തുടങ്ങി ഗുരുതര ക്രമക്കേടുകൾ ഈ ബാങ്കിൽ നടന്നതായിട്ടാണ് ഭരണസമിതി അംഗം തന്നെയായിട്ടുള്ള PU സാബു ആരോപിക്കുന്നത്. ഈ ബാങ്കിൽ അടിമുടി അഴിമതിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത്. ഏതായാലും സഹകരണ വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ് ഈ ഭരണസമിതി അംഗം പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതേസമയം തന്നെ ഈ ബാങ്കിന്റെ ചെയർമാൻ പറയുന്നത് ഈ പരാതി അടിസ്ഥാനരഹിതമാണ്, കൃത്യമായിട്ട് ഈ ആരോപണങ്ങൾ മാത്രമാണ്, ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ളതാണ് ചെയർമാൻ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ താൻ പറഞ്ഞിട്ടുള്ള പരാതികൾ 100% വാസ്തവമാണ്, കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് പരാതിക്കാരനായിട്ടുള്ള ഭരണസമിതി അംഗം കൂടിയായിട്ടുള്ള PU സാബുവിന്റെ ആവശ്യം. ഏതായാലും ഈ വിഷയത്തിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാവും എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോവും എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഭരണസമിതി അംഗമായിട്ടുള്ള PU സാബു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുകൾ പല ബാങ്കുകളിലായിട്ടുണ്ടായിരുന്നു. പലതിലും വിജിലൻസിന്റെയും മറ്റുമൊക്കെ അന്വേഷണം നടന്നിരുന്നു. അത്തരത്തിൽ ഗുരുതര ക്രമക്കേടുകൾ സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തുന്ന സ്ഥിതിയൊക്കെ പല സഹകരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെർപ്പളശ്ശേരിയിലെ സഹകരണ ബാങ്കിന് എതിരെയാണ് ഭരണസമിതി അംഗം തന്നെ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്.